പലർക്കും തോന്നലുകൾ വന്നിട്ടുണ്ടാവും. നമ്മളൊക്കെ UDFന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അനുഭാവികളാണ്, മുസ്ലിം ലീഗിന്റെ ആൾക്കാരാണ്, അതുകൊണ്ട് കർണാടകയിൽ നടക്കുന്ന അനീതിക്കെതിരെ സംസാരിക്കുകയില്ല എന്ന്. പക്ഷേ ഞാൻ പറയുന്നു, സത്യങ്ങൾ വിളിച്ചു പറയാൻ ആരുടെയും ഒത്താശയോ അനുകമ്പയോ നമുക്ക് വേണ്ട. സത്യങ്ങൾ സത്യസന്ധമായി തന്നെ പറയും. അനീതി എവിടെ കണ്ടെങ്കിലും നമ്മുടെ രാജ്യത്ത് കണ്ടാൽ അതിനെതിരെ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിൽ നമ്മുടെ പോലുള്ള സാധാരണ ആൾക്കാർ സംസാരിക്കും. അതിന്റെ ആരുടെയും ഒക്കാരത്ത് വേണ്ട. കർണാടകയിലാണെങ്കിലും UPയിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും അനീതി കണ്ടാൽ ഇവിടെയുള്ള സത്യസന്ധമായി അവതരിപ്പിക്കുന്ന ചാനലുകൾ, യൂട്യൂബിന്റെ ആൾക്കാരൊക്കെ സംസാരിക്കുന്നു, സോഷ്യൽ മീഡിയ സംസാരിക്കുന്നു. അത് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. സത്യത്തെ വളച്ചുകൊണ്ട് കൃത്യമായി കർണാടകയിലെ ബാംഗ്ലൂരിലെ എലങ്കയിൽ മുസ്ലിങ്ങളെ മാത്രം അവിടെ കുടിയൊഴിപ്പിച്ചു എന്നുള്ള കള്ളവാർത്ത പ്രചരിപ്പിക്കുന്നത് അവർ ഇവിടെയുള്ള കേരളത്തിൽ നടക്കാൻ പോകുന്ന വോട്ട് ബാങ്ക് മുസ്ലിം പ്രീണനം ലക്ഷ്യമാക്കിക്കൊണ്ട് മാത്രമാണ്. കർണാടകയിൽ എല്ലാവർക്കും അറിയാം, അവിടെ എലങ്കയിൽ താമസിക്കുന്നവർ മുസ്ലിങ്ങൾ മാത്രമല്ല, അവിടെയുള്ളവർ എല്ലാവരുമാണ്. എല്ലാ സമുദായത്തിൽ എല്ലാ മതത്തിലും പെട്ട ആൾക്കാരാണ്. അവിടെ 300ഓളം കുടുംബങ്ങൾക്ക് കിടപ്പാടങ്ങൾ നഷ്ടപ്പെട്ടു. അവർ 300ഓളം കുടുംബങ്ങളിൽ, വീടുകളിൽ 3000 ആൾക്കാർ, പാവപ്പെട്ട ജനങ്ങൾ അവിടെ താമസിച്ചിരുന്നു. ആ എലങ്ക എന്ന പ്രദേശം മാലിന്യം പിടിച്ച ഒരു സ്ഥലമായിരുന്നു, വാസയോഗ്യമല്ല എന്ന സ്ഥലമായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ കർണാടകയിലെ കോൺഗ്രസ് ഗവൺമെന്റ് പറയുന്നത്. അവിടെ വികസനത്തിന്, അവരുടെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മുൻകൂറായി നോട്ടീസ് അയച്ചു, അതിന്റെ വ്യവസ്ഥകളൊക്കെ അവർക്ക് അയച്ചു. എന്നിട്ടാണ് അവിടെ ബുൾഡോസർ വെച്ച് വീടുകൾ തരിപ്പണമാക്കിയത് എന്നാണ് കർണാടകയിലെ അവിടെയുള്ള DK ശിവകുമാർ, അതുപോലെ തന്നെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഒക്കെ പറയുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്നും, നമ്മുടെ കേരളത്തിൽ നിന്നും ഇടതുപക്ഷത്തിന്റെ MLA മാർ അവിടെ പോയി. എന്നിട്ട് അവർ സംസാരിച്ചു. സത്യം തന്നെയാണ്. അവരെ കിടപ്പാടങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന, എവിടെ താമസിക്കും, എവിടെ എൻ്റെ കുട്ടികളെ ഉറക്കും എന്നുള്ള വേദനയോട് നെട്ടോട്ടമിടുന്ന അവിടെയുള്ള ജനങ്ങൾ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. വീടുകൾ നഷ്ടപ്പെടുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ടറിയൂ. പെട്ടെന്ന് വേണ്ടായിരുന്നു കർണാടക കോൺഗ്രസ് ഗവൺമെന്റ്. നമ്മൾ അനുഭാവം പ്രകടിപ്പിക്കുന്ന പാർട്ടികളായിരിക്കാം, പക്ഷേ ജനങ്ങൾക്ക് സാവകാശം കൊടുക്കാമായിരുന്നു. ഇപ്പോൾ തണുപ്പ് പിടിച്ച സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ധൃതി പിടിച്ച് പോകേണ്ട ആവശ്യമായില്ലായിരുന്നു. ഇല്ലെങ്കിൽ അവിടെയുള്ള ആ കുടുംബങ്ങളെ കൃത്യമായി അവിടെ എവിടെയെങ്കിലും പാർപ്പിക്കാമായിരുന്നു. ജനങ്ങൾ, നിങ്ങൾ പറയുന്നു കൃത്യമാണ്, വ്യക്തമാണ്, നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറന്നു എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോൾ അത് അടച്ചു എന്ന് ഇപ്പോൾ ഇവിടെ കേരളത്തിലെ ഇടതുപക്ഷം വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി പറയുന്നു. സ്നേഹത്തിന്റെ കട ഒരിക്കലും അടക്കപ്പെടുകയില്ല. കാരണം ഈ വെറുപ്പിന്റെ കമ്പോളം നമ്മൾ ഇന്ത്യയിലുണ്ട്, അത് UPയിൽ കാണുന്നു. UPയിൽ ഒരു ന്യൂനപക്ഷത്തെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ബുൾഡോസ് രാജ്, അവിടെ ബുൾഡോസർ കൊണ്ട് അവിടെ യോഗി ആദിത്യനാഥ് വീടുകൾ പൊളിക്കുന്നു, പാവം ജനങ്ങളെ തെരുവിലേക്ക് ഇറക്കുന്നു. അതുപോലെയാണോ കർണാടകയിലെ എലങ്കയിൽ നടന്നത്? സത്യമായി പറയുന്നതിൽ എന്താണ് ബുദ്ധിമുട്ട്? നിങ്ങൾക്ക് ഇങ്ങനെ കള്ളപ്രചരണം നടത്തിക്കൊണ്ട് കുറച്ച് വോട്ട് വാങ്ങാമെന്നുള്ള അവരുടെ ധാരണ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങൾ എത്ര അസത്യങ്ങളും പറഞ്ഞാലും ഇവിടെ ഇപ്പോൾ ത്രിതല പഞ്ചായത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പല ബൂത്തുകളും പല വാർഡുകളും അത് ഇനി നിങ്ങൾക്ക് MLA ഇലക്ഷൻ, നിയമസഭാ ഇലക്ഷനിൽ നേടാമെന്നുള്ള ആഗ്രഹത്തോടു കൂടി നിങ്ങൾ വന്നു. നിങ്ങൾ കേരളത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചു. അതൊക്കെ ജനങ്ങൾ മറക്കുകയില്ല. കർണാടകയിലുള്ള ആ 300ഓളം കുടുംബങ്ങൾ അവർ കഷ്ടപ്പാടിലാണ്. അവിടെ പല സംഘടനകളും പോയി, പല സംഘടനകളും നമുക്കറിയാം, AMCC അവിടെ സംസാരിക്കുന്നു, അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യുന്നു. പല സംഘടനകളും, പല പാർട്ടികളുടെ സംഘടനകൾ അവിടെ പോകുന്നു. എല്ലാവർക്കും അവരെ ആശ്വസിപ്പിക്കുന്നതിൽ നന്ദി അറിയിക്കുന്നു. മാത്രമല്ല, സത്യങ്ങൾ നിങ്ങൾ അതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവിടെ കേരളത്തിൽ പ്രചരിപ്പിക്കരുത് എന്നും നിങ്ങളെ അറിയിക്കുന്നു. പല ആൾക്കാരെ, പല ചാനലുകൾ അവർ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ശബ്ദിക്കുന്നു, ജനങ്ങൾക്ക് വേണ്ടി അവർ ശബ്ദിക്കുന്നില്ല. യാഥാർത്ഥ്യത്തോടു കൂടി അവതരിപ്പിക്കണം, സംസാരിക്കണം. അവിടെ ഇപ്പോൾ നമ്മൾ എല്ലാവരും പറയുന്നു, പല വാർത്തകളിലും ചില സത്യസന്ധമായി പറയുന്നവർ, ഇപ്പോൾ സമസ്ത കർണാടകയിൽ ഇന്ന് അതിന്റെ സന്ദേശയാത്ര നമ്മുടെ ജിഫി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന ഇപ്പോൾ കർണാടകയിൽ ഇപ്പോൾ ബാംഗ്ലൂർ നടന്നുകൊണ്ടിരിക്കുന്നു. ആ തങ്ങളും പറഞ്ഞു, അവിടെ ധൃതി പിടിച്ചുകൊണ്ട് പാവങ്ങളെ, വികസനത്തിന്റെ പേരിൽ പാവങ്ങളെ തെരുവിലിറക്കരുത്, അവർക്ക് വ്യവസ്ഥ ചെയ്യണം, അവർക്ക് പാർപ്പിടങ്ങൾ ഉണ്ടാക്കണം, എല്ലാ മതസംഘടനകളിൽപ്പെട്ടവരും രാഷ്ട്രീയക്കാരൊക്കെ സംസാരിക്കുന്നവർക്ക് വീടുകൾ ഉണ്ടാക്കണം. കൃത്യമായി യോഗി ചെയ്തതുപോലെ അല്ല നിങ്ങൾ ചെയ്തതില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും കർണാടകയിലെ കോൺഗ്രസ് ഗവൺമെന്റിനോട് പറയാനുള്ളത്, ഇപ്പോൾ തെരുവിലാക്കപ്പെട്ട ആ പാവങ്ങൾ ജനങ്ങളെ നിങ്ങൾ നെഞ്ചോട് പിടിച്ച് അവർക്ക് പാർപ്പിടങ്ങൾ ഒരുക്കി കൊടുക്കണം, വേണ്ട വ്യവസ്ഥകൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. സത്യങ്ങൾ പറയുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. എവിടെ ആര് അനീതി കാണിച്ചാലും അതിനെതിരെ നമ്മൾ പോലുള്ള പാവം ഇങ്ങനെയുള്ള ചെറിയ യൂട്യൂബർമാർ സംസാരിക്കും, ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കും എന്നതാണ് നമ്മുടെയൊക്കെ ദൗത്യം. ചില കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു, തെറ്റുകൾ ചിലപ്പോൾ വന്നേക്കാം, പക്ഷേ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു ലക്ഷ്യം, പ്രീണനം ആഗ്രഹിച്ചുകൊണ്ടും ഒന്നും സംസാരിക്കുന്നില്ല. അത് യഥാർത്ഥത്തിൽ അവർക്ക് വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിക്കൊണ്ട് ചില പ്രീണനം നടത്തുന്നവരുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ ആൾക്കാർ, ജനങ്ങളെ ഇങ്ങനെയാണ്, ഇതാണ് സത്യം എന്ന് പറയുന്നതിൽ എന്താണ് ബുദ്ധിമുട്ട്? അത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിന് നിങ്ങൾ കാതോർക്കുക. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഇപ്പോൾ എലങ്കയിൽ സംഭവിക്കുന്നത്, അത് കൃത്യമായി നമ്മുടെ ഇന്ത്യയിലുള്ള പല മുഖങ്ങളിലും മതേതരത്വ സ്വഭാവമുള്ളവർ അവർ സംസാരിക്കുന്നു. അങ്ങനെ ഭാഗത്തായാലും അത് ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾ കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടേയിരിക്കും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്തുകൊണ്ട് ഈ സഹോദരന്റെ
ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.